നിങ്ങളുടെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാൻ മറക്കരുതെന്ന് സ്റ്റീവ് ഹാർവേ പറയുന്നു. നിങ്ങളുടെ യഥാർത്ഥ ജീവിതം നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലല്ല ഉള്ളത്. അത് നിങ്ങളുടെ പേ ചെക്കിലോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങളിലോ അല്ല ഉള്ളത്. നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാവനകളിലാണ്, ഇമാജിനേഷനിലാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട്, ഇമാജിനേഷൻ ഇസ് എവറിത്തിങ്, ഇറ്റ്സ് പ്രിവ്യൂ ഓഫ് ലൈഫ്സ് കമ്മിങ് അട്രാക്ഷൻസ്. നമ്മുടെ യഥാർത്ഥ ജീവിതം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഭാവനയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പല സാധ്യതകളും തുറന്നു കിട്ടാൻ കാരണമാകുന്നു. ദൈവം നമ്മുടെ ചിന്തകളിൽ തരുന്ന കാര്യങ്ങൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളവയുടെ പ്രിവ്യൂ ആണ്. അതുകൊണ്ടാണ് അവ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ സ്വപ്നങ്ങൾ ഉറ്റവരും സുഹൃത്തുക്കളുമായും പങ്കുവെക്കുമ്പോൾ അവയെ അവർ തല്ലിക്കെടുത്തുന്നു. കാരണം അതവർക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് അവരുടെ മനസ്സിലല്ല ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണ്. സ്റ്റീവ് ഹാർവേ തന്റെ ജോലി ഉപേക്ഷിച്ച് ഒരു കൊമേഡിയൻ ആകാൻ പോകുന്ന തീരുമാനം വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അമ്മയും സഹോദരങ്ങളുമെല്ലാം അതിനെ എതിർത്തു. നിനക്ക് അങ്ങനെ കോമഡി പറഞ്ഞ് പണമുണ്ടാക്കാൻ സാധിക്കുകയില്ല. ആരാണെന്നാണ് നിന്റെ വിചാരം? നീ ഒരിക്കലും ജോലി ഉപേക്ഷിക്കരുത് എന്നെല്ലാം അവർ പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമായിരുന്നില്ല എന്ന് സ്റ്റീവ് ഹാർവേ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിനോട് പറഞ്ഞു. എന്റെ അയൽക്കാരെല്ലാം എന്നെ ഒരു മണ്ടനായി കണക്കാക്കി എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് സത്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഹാർവേ പറയുന്നു, ദൈവം എന്നെ കേൾക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഞാനൊന്നും ദൈവത്തോട് ചോദിച്ചില്ല. ഞാനെല്ലാം സ്വയം ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ മാറ്റം കൊണ്ടുവന്നപ്പോൾ എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ദൈവം എപ്പോഴും അവൈലബിൾ ആണ്. അവിടുന്ന് ഒരിക്കലും ബിസിയല്ല എന്നതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം നമ്മളെയല്ല, നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചു എന്നതാണ് സത്യം. ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ എത്തിച്ചേർന്നാൽ അത് അങ്ങാണ് സാധ്യമാക്കിയതെന്ന് ഞാൻ എല്ലാവരോടും പറയുമെന്ന് സ്റ്റീവ് ഹാർവേ പറയുമായിരുന്നു. നമ്മുടെ ജീവിതം ഒരു സ്റ്റോക്ക് ചാർട്ട് പോലെയാണ്. അത് താഴ്ന്നും ഉയർന്നുകൊണ്ടും ഇരിക്കുന്നു. അത് താഴ്ന്നിരിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ, വിൽക്കുവാനുള്ള സമയമല്ല. അടുത്തൊരു ഉയർച്ചയിലേക്ക് എപ്പോൾ പോകുമെന്നും അറിയണമെന്നില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും അത് ഉയരുവാനായി. നമ്മൾ ഒരു കാര്യത്തെ അടക്കം ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് യാത്ര പറയുന്നു. എന്നാൽ നമ്മളൊരു കാര്യം നടുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നടുന്നവരാവാം. വിശ്വാസത്തോടെ കാത്തിരിക്കാം. അത് തീർച്ചയായും സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, അത് നടക്കേണ്ട സമയമാകുമ്പോൾ. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് തരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അത് എപ്പോൾ സംഭവിക്കും, ഏത് ദിവസം നടക്കുമെന്ന് നമുക്ക് കൃത്യത തരില്ല. കാരണം ആ ഒരു ദിവസം കൃത്യമായി നമ്മൾ അറിഞ്ഞാൽ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസത്തെ അത് നശിപ്പിക്കുന്നു. വിശ്വാസം എന്നത് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യമാണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആളുകൾ അതിനായുള്ള കാത്തിരിപ്പിനെ അവസാനിപ്പിക്കുമ്പോഴാണ്. കാരണം വിശ്വാസമുണ്ടെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ. സ്റ്റീവ് ഹാർവേ പറയുന്നു, God always ships to Faith Street.